ബെൻസും കുടുംബവും ഇനി വീട്ടകങ്ങളിലേക്ക്. തുടരും സ്ട്രീമിംഗ് ആരംഭിച്ചു. അത്ര കുറവ് ഇൻഫർമേഷൻ മാത്രമേ റിലീസിന് മുൻപ് കാണികൾക്ക് ലഭിച്ചിരുന്നുള്ളൂ എന്നതിനാൽ ചിത്രത്തിന്റെ ആദ്യ കാണികൾക്ക് ലഭിച്ചത് വൻ സർപ്രൈസ് ആണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായ മോഹൻലാൽ ചിത്രം തുടരും OTT-യിൽ പ്രദർശനം ആരംഭിച്ചു. തിയേറ്റർ റിലീസിന്റെ 36-ാം ദിവസമാണ് ചിത്രം OTT-യിൽ എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 25-നായിരുന്നു ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ്. പ്രമുഖ പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം എത്തിയിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രം കാണാനാവും. വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ എത്തിയ ചിത്രമായിരുന്നു അത്. അങ്ങനെ പറയുമ്പോഴും റിലീസിന് മുൻപ് നൽകിയ അപൂർവം അഭിമുഖങ്ങളിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെ പ്രതീക്ഷിക്കരുതെന്നും സംവിധായകൻ തരുൺ മൂർത്തി കൃത്യമായി പറഞ്ഞിരുന്നു. ഫീൽ ഗുഡ് അല്ലാത്ത ഒരു ഫാമിലി ഡ്രാമ എന്ന് ചുരുങ്ങിയ വാക്കുകളിലാണ് ചിത്രത്തിന്റെ ജോണറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇത്ര കുറവ് ഇൻഫർമേഷൻ മാത്രമേ റിലീസിന് മുൻപ് കാണികൾക്ക് ലഭിച്ചിരുന്നുള്ളൂ എന്നതിനാൽ ചിത്രത്തിന്റെ ആദ്യ കാണികൾക്ക് ലഭിച്ചത് വൻ സർപ്രൈസ് ആണ്. ആദ്യ ഷോകൾക്ക് ഇപ്പുറം മസ്റ്റ് വാച്ച് എന്ന് ചിത്രത്തെക്കുറിച്ച് ഒരേ സ്വരത്തിൽ കാണികൾ പറഞ്ഞു. സമീപകാലത്ത് ഒരു മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച അഭിപ്രായമാണ് തുടരുമിന് ലഭിച്ചത്. തിയേറ്ററുകളിൽ പിന്നീട് നടന്നത് ചരിത്രം. എമ്പുരാന് തൊട്ടു പിന്നാലെ 200 കോടി ക്ലബിൽ ഇടം പിടിച്ച മോഹൻലാൽ ചിത്രമായി തുടരും മാറി. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടിയിലേറെ ഗ്രോസും 50 കോടിയിലേറെ ഷെയറും നേടിയ ചിത്രവും ഇതുതന്നെയാണ്. OTT റിലീസിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ചയും ചിത്രം കേരളത്തിൽ നിന്ന് 1 കോടിയിലേറെ കളക്ഷൻ നേടിയിരുന്നു. ഒരുപക്ഷെ പുലിമുരുകന് ശേഷം ആബാലവൃദ്ധം ജനങ്ങളും തിയേറ്ററുകളിലേക്ക് എത്തുന്ന കാഴ്ച കാട്ടിത്തന്നത് ഈ ചിത്രമാണ്. OTT റിലീസ് കുറച്ചുകൂടി നീട്ടിവെച്ചിരുന്നെങ്കിൽ എന്ന അഭിപ്രായം തിയേറ്ററുകൾക്ക് ഉണ്ട്. ക്രിയേറ്റീവായ പ്രൊഡ്യൂസർ മികച്ച സിനിമകൾക്ക് എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് തുടരും. KR സുനിൽ 12 വർഷം മുൻപ് പറഞ്ഞ കഥ ഇത്ര കാലം ഹോൾഡ് ചെയ്ത് താൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സിനിമയായി ഇറക്കിയത് നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്തിന്റെ കൂടി വിജയമാണ്.